ഐഫോൺ തന്നെയാണ്. ഐഫോണാണ്. ആ കിടക്കുന്ന ചെമ്പല്ലിയും കാളാഞ്ചിയും മീനുകളുമാണ്. ആ ഹോട്ടലിൻ്റെ പേര് അതാണ്. പൊക്കത്താണ് പാർട്ടി നടക്കുന്നത്. അവിടെ കയറി ഫുഡ് കഴിക്കാം. അതുപോലെ അഫ്സലോട്ട് ഇരിക്കാനല്ല, കിട്ടില്ല ഫുഡ് കഴിക്കാം, നല്ല ഫിഷ് കഴിക്കാം, കോൾഡ് ബീൻസ് കഴിക്കാം. ഇതാണ് ഈ കാണുന്ന ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടോ, ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഈ ഫിഷൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിതൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അത് കുക്ക് ചെയ്ത് തരും. ഇതുണ്ട് ഗോഡ്സ് ഓൺ കൺട്രി കിച്ചൺ എന്നാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ ഈ കൊറോണയുടെ കണ്ടീഷനിൽ ആണ്. ഈ ഒരു കണ്ടീഷനിൽ ഇതാണ് ഈ ഒരു ബീച്ചിൻ്റെ നൈറ്റ് വൈബ് എങ്കിൽ. അല്ലാത്ത നോർമൽ ടൈമിൽ എന്തായിരിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെ അത്യാവശ്യം ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഈ ക്യാൻഡിൽ നമ്മൾ കൊണ്ടുവരേണ്ടവരുണ്ട്. ക്യാൻഡിൽ ഇവർ തന്നെ തരും കേട്ടോ. കണ്ടോ ഇവിടെയൊക്കെ ഈ മുകളിൽ കാണുന്നതും ഒരു റെസ്റ്റോറൻ്റ് ആണ്. കണ്ടോ അത്യാവശ്യം ഫോറിനേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു കണ്ടീഷനിലും വരുന്നുണ്ട്. ബട്ടർ ലെമൺ ഗാർലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അവരുടെ ഒരു ഫിഷ് ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. ഈ ഫിഷൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. കണ്ടോ ഇതിൽ നിന്ന് നമ്മൾ മീൻ ചൂസ് ചെയ്യുക, അവരെ നമുക്ക് വേണ്ടിയിട്ട് അത് എപ്പോൾ തന്നെ കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. ശരിക്കും ഇപ്പോൾ ഈ സമയത്ത് നമ്മളിവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസിങ് ആയിപ്പോയി കേട്ടോ. നമുക്ക് ഈ ഒരു ബീച്ചിൻ്റെ ഒരു വൈബ്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഈ കണ്ടീഷനിൽ പോയാലും ആ ഒരു പഴയ സാഹചര്യം ഇപ്പോൾ ഇല്ലല്ലോ. എല്ലായിടത്തും ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പണായി പലതും തുടങ്ങുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു ബീച്ച് എന്ന് പറയുന്നത് ഈ ഒരു വർക്കല ബീച്ചാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബീച്ചിൽ വരുന്നത്. കുറേ പേരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും, അവർക്കൊക്കെ അറിയാൻ പറ്റും. എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബീച്ചാണ്. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഹൈറ്റിൽ നിന്ന് കണ്ടോ ഒരുപാട് താഴെയാണ്. കാണാൻ പറ്റുമോ അറിയില്ല, ലൈറ്റ് കുറവാണ്. കണ്ടോ ഒരുപാട് താഴെയായിട്ടാണ് ബീച്ചുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല കിടിലം വ്യൂ ആണ്. ഇതിൻ്റെ പകലുള്ള ഫൂട്ടേജ് ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. അതും ഒരു രക്ഷയില്ലാത്ത ഒരു വൈബും ആംബിയൻസും ഒക്കെയാണ് പകലാണെങ്കിൽ തന്നെയും. ഈ ഒരു ടൈമിൽ തന്നെയും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ.